പ്രിയ ശ്രോതാക്കൾക്ക് മുരളി നെല്ലനാട് നോവൽസിലേക്ക് സ്വാഗതം. മുരളി നെല്ലനാട് എഴുതിയ നോവൽ സേതുബന്ധനം തുടരുന്നു. അധ്യായം 4. മാധവക്കുറുപ്പ് സ്തബ്ധനായി ഇരുന്നു പോയി. വിവാഹത്തിനു മുമ്പ് ഇങ്ങനെയൊരു അപകടം തീരെ പ്രതീക്ഷിച്ചില്ല. ലേശം ചമ്മലോടെ യതീന്ദ്രനും സഞ്ജീവനും പൂമുഖത്തേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. യതീന്ദ്രന്റെ കണ്ണുകൾ പടിഞ്ഞാറ്റയിലെ ജാലകത്തിനടുത്തേക്ക് പാളി വീണു. കാറിന്റെ ഇരമ്പൽ കേട്ട് സുനന്ദ അവിടെ വന്നു നിൽപ്പുണ്ടായിരുന്നു. യതീന്ദ്രനെ കണ്ടതും അവളുടെ മനസ്സ് വല്ലാതൊന്നിളകി. ക്ഷണം അവിടുന്ന് മാറിക്കളഞ്ഞു. കയറി വരിക. മാധവക്കുറുപ്പ് ഭാവപ്പകർച്ച പുറത്തു കാട്ടാതെ ക്ഷണിച്ചു. ചെരുപ്പഴിച്ചിട്ട ശേഷം രണ്ടാളും പൂമുഖത്ത് കയറിയിരുന്നു. മാധവക്കുറുപ്പ് യതീന്ദ്രന്റെ നേരെ നോക്കി ചോദിച്ചു, എന്നാ എത്തിയത്? ഇന്നലെ. ഒരു നിമിഷം മൗനം പടർന്നു. എന്താപ്പോ പതിവില്ലാത്ത വിധം ഇങ്ങട്? ആ സ്വരത്തിന്റെ അനിഷ്ടം യതീന്ദ്രനും സഞ്ജീവനും അറിഞ്ഞു. യതീന്ദ്രന് നന്ദിനിയോടെന്തോ ചോദിക്കണമെന്നുണ്ട്. ഡ്രസ്സൊക്കെ എടുത്തു വയ്ക്കേണ്ടതല്ലേ? അവളുടെ ഇഷ്ടം കൂടി അറിയാമെന്ന് കരുതി. അതാ ഞങ്ങൾ. സഞ്ജീവൻ മാധവക്കുറുപ്പിനെ നോക്കി. പക്ഷേ ആ മുഖം തെളിഞ്ഞില്ല. പെണ്ണിനോട് ചോദിച്ചിട്ടാണോ അതൊക്കെ ചെയ്യണേ? നിങ്ങൾ പോന്നത് ഉണ്ണിത്താൻ്റെ അറിവോടെയാണോ? അച്ഛൻ അറിഞ്ഞിട്ടില്ല, സഞ്ജീവൻ പറഞ്ഞു. മാധവക്കുറുപ്പ് ആന്തലോടെ അകത്തേക്ക് നോക്കി. ചായയുമായി നന്ദിനി വന്നാലത്തെ സ്ഥിതി എന്താവും? സഞ്ജീവൻ അവളെ അറിയാം. മാധവക്കുറുപ്പിന്റെ കുറുക്കൻ ബുദ്ധി ഉണർന്നു. അവൾ ഇവിടെ ഇല്ല, മുത്തശ്ശിയുടെ തറവാട്ടിൽ പോയിരിക്കുക. യതീന്ദ്രൻ നെറ്റി ചുളിച്ചു. മുറ്റത്തേക്കു കയറുമ്പോൾ ജാലകപ്പഴുതിലൂടെ ചന്ദ്രക്കീറുപോലെ ആ മുഖം താൻ ഞൊടിയിടെ കണ്ടതാണ്. ചായ എടുക്കാൻ പറയാം. മാധവക്കുറുപ്പ് എഴുന്നേറ്റ് ദ്രുതം അകത്തേക്കു നടന്നു. നടുത്തളത്തിലെത്തിയപ്പോൾ നടുങ്ങിപ്പോയി. നന്ദിനി ചായക്കപ്പുകളുമായി വരുന്നു. ആ മുഖം വല്ലാതെ വിടർന്നിട്ടുണ്ട്. കണ്ണുകളിൽ അതുവരെ കാണാത്ത തിരയിളക്കം. അയാൾ കോപം കൊണ്ട് ജ്വലിച്ചു. എൻ്റൊപ്പം അകത്തേക്ക് വാ, അവളോട് പരുഷമായി പറഞ്ഞിട്ട് അയാൾ ഊന്തളത്തിലേക്കു കയറി. അവിടെ കുട്ടിമാളു അമ്മ നിൽപ്പുണ്ടായിരുന്നു. അവരുടെ വരവ് എനിക്കിഷ്ടായിട്ടില്ല. വിവാഹത്തിനിനി 4 നാളില്ല. അതിനിടയ്ക്ക് ഇങ്ങനെ കയറിയിറങ്ങണത് തറവാട്ടുകാർക്ക് ചേർന്നതല്ല. അയാൾ അമർഷം പൂണ്ടു. ഇനിയിപ്പോ എന്താ ചെയ്യാ? വന്നു പോയില്ലേ? നന്ദിനിയെ കണ്ടു പോട്ടേന്ന് വയ്ക്കാം. അറച്ചറച്ച് കുട്ടിമാളു അമ്മ പറഞ്ഞു. മാധവക്കുറുപ്പിന്റെ മുഖം ചുവന്നു. ചായക്കപ്പുകളുമായി നന്ദിനി നിസ്സഹായയായിരുന്നു. വേണ്ട, നന്ദിനി പുറത്തേക്ക് വരണ്ട. ചായ കുട്ടിമാളു അമ്മ കൊണ്ടുപോയി കൊടുക്ക്, ഉറച്ച സ്വരത്തിൽ അയാൾ പറഞ്ഞു. നന്ദിനിയുടെ മുഖം കരയാൻ വെമ്പി നിന്നു. വന്നൂന്നറിഞ്ഞപ്പോ ഒരു നോക്ക് കാണാൻ മനസ്സ് വല്ലാണ്ട് കൊതിച്ചുപോയിരുന്നു. അവളെ തീരെ ഗൗനിക്കാതെ മാധവക്കുറുപ്പ് തിരിഞ്ഞു നടന്നു. നടുത്തളത്തിൽ വന്നപ്പോൾ പടിഞ്ഞാറ്റയുടെ മുന്നിൽ വീർത്തുകെട്ടിയ മുഖവുമായി സുനന്ദ നിൽക്കുന്നു. അയാളുടെ ഉള്ളൊന്നു പിടഞ്ഞു. താൻ പറഞ്ഞതൊക്കെ അവൾ കേട്ടൂന്ന് വ്യക്തം. ചവിട്ടിക്കുലുക്കി മാധവക്കുറുപ്പ് പൂമുഖത്തേക്ക് വന്നു. അടക്കിപ്പിടിച്ച സ്വരത്തിൽ സംസാരിച്ചു കൊണ്ടിരുന്ന സഞ്ജീവൻ പെട്ടെന്ന് നിശബ്ദനായി. അവൾ വൈകിട്ടേ വരൂ. അയാൾ കസേരയിൽ ചെന്നിരുന്നു. കുട്ടിമാളു അമ്മ ചായക്കപ്പുകളുമായി പൂമുഖത്തു വന്നു. ആ, ചായ കുടിക്കാം. മാധവക്കുറുപ്പ് പ്രസന്നത നടിച്ചു. ചായ കുടിച്ചുവെന്ന് വരുത്തിയിട്ട് യതീന്ദ്രൻ എഴുന്നേറ്റു. സഞ്ജീവനാണ് യാത്ര പറഞ്ഞത്. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ? ആയിക്കോട്ടെ. മാധവക്കുറുപ്പിന് ശ്വാസം നേരെ വീണു. മുറ്റത്തിറങ്ങിയപ്പോൾ യതീന്ദ്രൻ പടിഞ്ഞാറ്റയിലെ ആ ജനലിനു നേരെ തിരിഞ്ഞൊന്നു നോക്കി. അവിടെ ആരുമില്ലായിരുന്നു. കാറിനടുത്തുവരെ മാധവക്കുറുപ്പ് അവരെ അനുഗമിച്ചു. യതീന്ദ്രൻ വണ്ടി മുന്നോട്ടെടുത്തു. പുറപ്പെടാൻ നേരം ഞാൻ വിലക്കിയതല്ലേ? ഛേ, അച്ഛൻ അറിഞ്ഞാൽ ആകെ നാണക്കേടാവും.
സഞ്ജീവൻ കുറ്റപ്പെടുത്തും വിധം യതീന്ദ്രനെ നോക്കി. താലി കെട്ടാൻ പോന്ന പെണ്ണിനെ കാണാനാ ഞാൻ വന്നത്. എനിക്കൊരു നാണക്കേടുമില്ല. അയാൾ നുണയാ പറഞ്ഞത്. ജനലിനടുത്ത് ഞാൻ അവളെ കണ്ടതാടാ. യതീന്ദ്രൻ ഉറപ്പായി പറഞ്ഞു. നിനക്ക് തോന്നിയതാ. നമ്മൾ വന്നത് കുറുപ്പിന് ഇഷ്ടായിട്ടില്ലെന്നത് ശരി. എന്നുവെച്ച് മകളെ ഒളിപ്പിക്കേണ്ട എന്തു കാര്യാ ഉള്ളത്? കാർ കണ്ണിൽ നിന്നു മറഞ്ഞപ്പോൾ ഒരു കൊടുങ്കാറ്റ് കെട്ടടങ്ങിയ ആശ്വാസമാണ് മാധവക്കുറുപ്പിനുണ്ടായത്. താലി കെട്ടാൻ പോകുന്നതിന് ഒരു നിമിഷം മുമ്പ് പോലും യതീന്ദ്രൻ ആ സത്യം മനസ്സിലാക്കാൻ പാടില്ല. കതിർമണ്ഡപത്തിൽ കയറിക്കഴിഞ്ഞാൽ യതീന്ദ്രന് പിന്നീട് നിഷേധിക്കാനാവില്ല. പറ്റിപ്പോയതൊക്കെ ഉള്ളിലൊതുക്കാനേ കഴിയൂ. അപ്പോൾ ഇടതുഭാഗത്തെ കയ്യാല ഇറങ്ങി ബാലരാമൻ നടന്നു വരുന്നുണ്ടായിരുന്നു. കുട്ടിവാളു അമ്മയുടെ അനുജനാണെങ്കിലും അളിയൻ സ്ഥാനമൊന്നും മാധവക്കുറുപ്പ് നൽകിയിരുന്നില്ല. അവിവാഹിതനായി കഴിയുന്ന ബാലരാമൻ ഒറ്റയ്ക്കാണു താമസം. ആരാ വന്നുപോയേ? മാധവക്കുറുപ്പിനടുത്തു വന്ന് വിനീതനായി അയാൾ നിന്നു. യതീന്ദ്രനാ. മാധവക്കുറുപ്പ് മുൻപിലും ബലരാമൻ പിന്നിലുമായി പൂമുഖത്തേക്ക് നടന്നു. പറഞ്ഞേൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്തോ താൻ? ഇനി ദിവസങ്ങളില്ല. ചാരുകസേരയിൽ ചാഞ്ഞിട്ട് മാധവക്കുറുപ്പ് ആരാഞ്ഞു. പൂവ്. കോലായിലിരുന്നിട്ട് ബാലരാമൻ ശിരസു കുലുക്കി. പിന്നെ അയാൾ തെല്ലാശങ്കയോടെ മാധവക്കുറുപ്പിനെ നോക്കി. എന്താടോ? അത് ഞാനൊരു കാര്യം കേട്ടു. സുനന്ദയ്ക്കായി ഒരു തുണ്ടു ഭൂമി പോലും വെച്ചിട്ടില്ലാന്ന്. അയാൾ അർത്ഥോക്തിയിൽ നിർത്തി. തന്നോടിത് ആരാ പറഞ്ഞേ? മറുചോദ്യം ഉടൻ വന്നു. നന്ദിനിക്ക് കൊടുക്കാൻ പോണ സ്ത്രീധനം കേട്ടപ്പോഴേ സന്ദേഹം തോന്നിയിരുന്നു. പൊന്നു വാങ്ങാനായി 2 ഏക്കർ വിറ്റില്ലേ? ശേഷിക്കണ 6 ഏക്കർ ഭൂമി കൂടി അവളുടെ പേരിലാക്കി പ്രമാണം രജിസ്റ്റർ ചെയ്തുവെന്ന് മുളയ്ക്കലെ ഗോപാലപ്പണിക്കർ പറഞ്ഞു. മാധവക്കുറുപ്പ് എഴുന്നേറ്റ് ബാലരാമന്റെ അടുത്തു ചെന്നു. അതെ, എൻ്റെ സർവവും എൻ്റെ മോൾക്കാ. പിഴച്ചുണ്ടായ ആ ജന്തുവും ഞാനും തമ്മിൽ എന്തു ബന്ധം? എന്തൊക്കെ പറഞ്ഞാലും സുനന്ദയ്ക്കൊരു ജീവിതം വേണ്ടേ? ബാലരാമന് ചോദിക്കാതിരിക്കാനായില്ല. നടുത്തളത്തിൽ നിന്ന് അതു കേട്ട സുനന്ദ കനൽക്കട്ട പോലെ ജ്വലിക്കുകയായിരുന്നു. പൂത്തേടത്തെ രാഘവന്റെ മോൻ്റൊപ്പം ചാടിപ്പോകാൻ കാത്തു നിൽക്കാം അസുരവിത്ത്. അങ്ങനൊരുത്തിക്ക് പൊന്നും ഭൂമിയും ഞാനുണ്ടാക്കി വെക്കണോടോ? അടങ്ങി ഒതുങ്ങി ഈ വീട്ടിൽ കിടന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തേനെ. മാധവക്കുറുപ്പ് കസേരയിൽ ചെന്നിരുന്നു. എത്രയും വേഗം എൻ്റെ മോളുടെ വിവാഹം നടന്നു കിട്ടണം. ആ പ്രാർത്ഥനയേ എനിക്കുള്ളൂ. സുനന്ദ പിന്നീട് അവിടെ നിന്നില്ല. മുറിയിൽ കയറി വാതിൽ വലിച്ചടച്ചിട്ട് അതിൽ ചാരി നിന്നു. മിഴികളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ കണ്ണുനീർ തുള്ളികൾക്ക് കവിളുകൾ പൊള്ളിക്കുന്ന ചൂടായിരുന്നു. തനിക്കായി അച്ഛൻ ഒരു തുണ്ട് ഭൂമി പോലും ബാക്കി വെച്ചിട്ടില്ല. മുഴുവനും നന്ദിനിയേടത്തിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. ഒരു തരി പൊന്നുപോലും താൻ പ്രതീക്ഷിക്കേണ്ട. ഈ ശരീരം മാത്രം സ്വന്തം. ഇനിയും എന്തിനു ഇവിടെ താമസിക്കണം? ഒരു വാടകമുറിയുടെ അവകാശം പോലും തനിക്കിവിടെയില്ല. സുനന്ദ കവിളുകൾ തുടച്ചിട്ട് കട്ടിലിൽ ചെന്നിരുന്നു. നന്ദിനി യതീന്ദ്രന്റെ ജീവിതത്തിലേക്ക് പോകുന്നതിനു മുമ്പ് ഈ വീട് വിട്ട് തനിക്കിറങ്ങണം. സുധിക്കൊപ്പം പോകുമെന്ന ഭയമാണ് എല്ലാവർക്കും. അതുണ്ടാവണം. നന്ദിനിയുടെ വിവാഹത്തിനു മുമ്പ് എല്ലാവരുടെയും മുഖത്ത് കരിവാരിത്തേച്ച് ഈ പടിയിറങ്ങിപ്പോയാലേ തൻ്റെ പ്രതികാരം പൂർത്തിയാവൂ. മാങ്കോയിക്കൽ മാധവക്കുറുപ്പെന്ന നീചന്റെ ശിരസ് ലോകർക്ക് മുമ്പിൽ താഴണം. നന്ദിനിയുടെ വിവാഹം മുടങ്ങണം. പാതിലിൽ തള്ളുന്ന ഒച്ച കേട്ടു. നന്ദിനി അകത്തേക്ക് കയറി വന്നു. കുളി കഴിഞ്ഞ് അവൾ തോർത്ത് തലമുടിയോട് ചേർത്ത് കെട്ടിവെച്ചിരിക്കുന്നു. സുനന്ദയുടെ ശരീരം അടിമുടി വിറകൊണ്ടു. നിനക്കിപ്പോഴും വിരോധമാണോ മോളെ? 2-3 ദിവസം കഴിയുമ്പോൾ ഞാനിവിടുന്ന് പോവില്ലേ? നന്ദിനി സുനന്ദയുടെ അരികിലേക്ക് വന്നു. ഡ്രസ്സ് എടുക്കാൻ പോകാൻ വിളിച്ചിട്ട് നീ വന്നില്ല. സ്വർണം കാണാനെങ്കിലും വന്നൂടെ? സുനന്ദയുടെ മുഖത്ത് ഒരു പരിഹാസച്ചിരി ഞൊടിയിടെ മിന്നി പറഞ്ഞു. അതിട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കാനുള്ള ഭാഗ്യം നിനക്കുണ്ടാവോ? എടുത്തഴിച്ച പോലെ അവൾ ചോദിച്ചു. നന്ദിനിയുടെ ഹൃദയത്തിൽ ഒരു വെള്ളിടി വെട്ടി.
അവൾ തേങ്ങിപ്പോയി. മോളെ, ഏടത്തിയെ ശപിക്കുകയാണോ നീ? സുനന്ദ മുഖം വെട്ടിച്ചു. ഞാനൊന്നും മോഹിച്ചതല്ല. ഈ ബന്ധം എനിക്ക് വേണ്ടാന്ന് അച്ഛനോടും ചിറ്റമ്മയോടും കേണു കരഞ്ഞു പറഞ്ഞതാ. നിന്റെ മനസ്സ് മാറുന്നറിയാൻ വൈകി. നന്ദിനി സാരിത്തലപ്പുകൊണ്ട് കണ്ണൊപ്പി. സുനന്ദ പുച്ഛിച്ചു ചിരിച്ചു. മാമ്പള്ളിയിലെ സൗഭാഗ്യമോർത്ത് എനിക്കൊരു മാറ്റവും വന്നിട്ടില്ല. എനിക്കൊരു ജീവിതം തരാൻ ഒരാളുണ്ട്. പിന്നെന്താ നിനക്ക് എന്നോട്? ഗദ്ഗതത്തോടെ നന്ദിനി ചോദിച്ചു. പിഴച്ചുണ്ടായതത്രേ ഞാൻ. ഇങ്ങനൊരു ജന്മം തരാൻ ആരോടെങ്കിലും യാചിച്ചോ? അവൾ പറയുന്നത് വാസ്തവമാണെന്ന് നന്ദിനിക്കറിയാം. ഈ തറവാട്ടിന് ഒരു കാലത്തും മോക്ഷം കിട്ടില്ല. എൻ്റെയും അമ്മയുടെയും കണ്ണീരു വീണ മണ്ണായത്. ഞങ്ങളുടെ മാത്രല്ല, അർഹതപ്പെട്ട സ്വത്ത് കിട്ടാതെ വന്നപ്പോൾ കണ്ണീരോടെ ഭാരതിയമ്മായി ശപിച്ചിറങ്ങി പോയതും മറക്കണ്ട. അവർക്കും കൂടി അവകാശപ്പെട്ട സ്വത്താ നീ ഒറ്റയ്ക്ക് വച്ച് സുഖിക്കാൻ പോണേ. സുനന്ദയുടെ രോഷം പതഞ്ഞുയർന്നു. പൊട്ടിക്കരഞ്ഞുപോയി നന്ദിനി. ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ വായിൽ സാരി തിരുകി അവൾ പിന്തിരിഞ്ഞോടി. കുറെ കൂടി പറയണമെന്ന് സുനന്ദ ആഗ്രഹിച്ചതായിരുന്നു. അടുത്ത ദിവസം രാവിലെ കോളേജിലേക്ക് പോകാനായി ഇറങ്ങിയ സുനന്ദ നേരെ പോയത് സുധീഷ് പഠിപ്പിക്കുന്ന പാരലൽ കോളേജിലേക്കായിരുന്നു. ഓഫീസ് മുറിയുടെ വാതിൽക്കൽ ചെന്നപ്പോൾ അകത്ത് പ്രായമുള്ള ഒരാളും ഒരു പ്യൂണും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുട്ടികളുടെ മുരൾച്ചയും അധ്യാപകരുടെ ഒറ്റപ്പെട്ട ശബ്ദവും കേൾക്കാമായിരുന്നു. എന്താ? പ്രിൻസിപ്പലിൻ്റെ കസേരയിലിരുന്നയാൾ ജിജ്ഞാസയോടെ ചോദിച്ചു. എനിക്ക് സുധീഷിനെ ഒന്ന് കാണണം. അയാൾ അവളെ അടിമുടി വീക്ഷിച്ചു. പിന്നീട് പ്യൂണിനെ നോക്കി. തല കൊണ്ടൊരാംഗ്യം കാട്ടി. പ്യൂൺ വേഗം പുറത്തേക്ക് പോയി. സുനന്ദ മുറ്റത്തേക്ക് മാറി നിന്നു. 2 മിനിറ്റുകൾക്കുള്ളിൽ സുധീഷ് വന്നു. അപ്രതീക്ഷിതമായി സുനന്ദയെ കണ്ടപ്പോൾ അയാൾ പകച്ചുപോയി. സുനന്ദ ഇവിടെ? ഒരു കാര്യമുണ്ട്. രാവിലെ സുധിയെ ബസ്സിലും കണ്ടില്ല. അയാളുടെ മുഖത്തെ പരിഭ്രമമേറി. ലാബിൻ്റെ അടുത്തേക്ക് അവർ മാറി നിന്നു. എനിക്ക് മടുത്തു സുധി. ഉടനൊരു തീരുമാനമെടുത്തേ തീരൂ. എന്നെ ജീവനോടെ കാണണമെങ്കിൽ അതുണ്ടാവണം. സുനന്ദയുടെ കണ്ണുകളിൽ അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഭാവം സുധീഷ് കണ്ടു. സുധിക്കൊപ്പം വരാൻ തയ്യാറായാ ഞാൻ എത്തിയിരിക്കണേ. ഷോക്കേറ്റ പോലെ സുധീഷ് വിറച്ചു. പതർച്ചയോടെ അവളെ നോക്കി. സുനന്ദ എന്താ ഈ പറയുന്നത്? 2-3 ദിവസം കഴിഞ്ഞാൽ ഏടത്തിയുടെ വിവാഹമല്ലേ? അവളുടെ മുഖം വലിഞ്ഞു മുറുകി. അതെ, എനിക്ക് അവരോടൊക്കെ ചെയ്യാൻ കഴിയണത് ഇതുമാത്ര. ഇനിയൊരവസരവും എനിക്ക് കിട്ടിയെന്ന് വരില്ല. എന്നെ ഒപ്പം കൂട്ടാൻ സുധി തയ്യാറാണോ? അയാളുടെ മുഖത്തു നോക്കി ഉറച്ച ശബ്ദത്തിൽ അവൾ ചോദിച്ചു. സുധീഷിൻ്റെ ഇടനെഞ്ചിൽ വല്ലാത്തൊരു വിങ്ങൽ പിടഞ്ഞു. സുധിയുടെ വീട്ടിലെ പ്രശ്നങ്ങൾ അറിയാഞ്ഞിട്ടല്ല. എൻ്റെ സ്ഥിതിയേക്കാൾ മെച്ചാ അവിടെ. പട്ടിണിയാണേലും ഞാൻ പരാതിപ്പെടില്ല. ആലോചിച്ചുറച്ച തീരുമാനാ എൻ്റേത്. അയാൾ പതുക്കെ ചുണ്ടനക്കി. ഈ സമയം സുനന്ദ വീട് വിട്ടിറങ്ങുന്നത് ശരിയല്ല. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ നന്ദിനിയുടെ വിവാഹം മുടങ്ങിയെന്നും വരും. ആ ശാപത്തിന് ഞാനില്ലേ സുനന്ദ. ഒരു നിമിഷം കൊണ്ട് എല്ലാ സ്വപ്നങ്ങളും തകർന്നടിഞ്ഞ മട്ടിൽ അവൾ നിന്നു. തൻ്റെ മനസ്സിൻ്റെ വിങ്ങൽ എങ്ങനെയാണ് സുധിയോട് പറയുക? സർവ്വ സ്വത്തുക്കളും അച്ഛൻ നന്ദിനിക്ക് തീരെഴുതി കൊടുത്തെന്ന് എങ്ങനെ പറയും? താൻ മനസ്സുകൊണ്ട് യതീന്ദ്രനെ ഒരു നിമിഷത്തേക്കെങ്കിലും മോഹിച്ചു പോയെന്നെങ്ങനെ കുമ്പസാരിക്കും? താൻ എന്നെ വിശ്വസിക്ക്. ഏറിയാൽ 3 മാസം. അതിനപ്പുറം കാത്തിരിക്കാൻ ഞാൻ പറയില്ല. ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്ന പ്യൂൺ അവരെ ഒന്ന് നോക്കി. അയാളുടെ കയ്യിലിരുന്ന ചുറ്റിക പുറത്തു കെട്ടിത്തൂക്കിയ പരന്ന ഇരുമ്പു ദണ്ഡത്തിൽ ഒന്ന് പ്രവഹിച്ചു. ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് അവൾക്കുറപ്പായി. അയാളോട് ഉള്ളുകൊണ്ട് വെറുപ്പ് തോന്നി. ഒരക്ഷരം പറയാതെ സുനന്ദ തിരിഞ്ഞു നടന്നു. വിവാഹ തലേനാൾ. രാവിലെ മുതൽ ബന്ധുക്കളും നാട്ടുകാരും മാങ്കോയിക്കൽ എത്തിത്തുടങ്ങി. ഉള്ളിലെ പക ഒളിപ്പിച്ചു വെച്ച് പരിചയക്കാർക്കു മുന്നിൽ സുനന്ദ അഭിനയിച്ചു. ആ രാത്രി കടന്നുപോയി. രാവിലെ 9 മണിക്ക്
വധുവും സംഘവും വിവാഹ മണ്ഡപത്തിലേക്ക് പുറപ്പെട്ടു. നന്ദിനിയെ അണിയിച്ചൊരുക്കാൻ ബ്യൂട്ടീഷ്യനെ ഏർപ്പാടാക്കിയിരുന്നു മാധവക്കുറുപ്പ്. സുനന്ദ ആ ഭാഗത്തൊന്നും തിരിഞ്ഞു നോക്കിയില്ല. നന്ദിനിക്കൊപ്പം സദാസമയവും കുട്ടിമാളും അമ്മ ഉണ്ടായിരുന്നു. നന്ദിനി സാരി ഉടുക്കാൻ തുടങ്ങിയപ്പോൾ വാതിലിൽ തട്ടുന്ന ഒച്ച കേട്ടു. ആരാന്ന് നോക്കിയ ശാന്തയിടത്തി. അരികിൽ നിന്ന കോയിപ്പുറത്തെ ശാന്തയോട് നന്ദിനി പറഞ്ഞു. ശാന്ത വാതിൽ തുറന്നു. മുറിയിലേക്ക് യാമിനിയും പിന്നാലെ സുഭദ്രാമ്മയും പ്രഭാവതിയും കയറി വന്നു. നന്ദിനി അവരെ നോക്കി പുഞ്ചിരിച്ചു. ഒരുങ്ങിക്കഴിഞ്ഞോന്നറിയാൻ വന്നതാ. യാമിനി അടുത്തു വന്നു. നന്ദിനി ചിരിച്ചു. അവളുടെ നോട്ടം അപരിചിതരിലേക്ക് നീണ്ടു. ഇത് അമ്മ, മറ്റേത് ചെറിയമ്മയാ, സഞ്ജുവിൻ്റെ അമ്മ. യാമിനി പരിചയപ്പെടുത്തി. നന്ദിനിയുടെ മിഴികൾ സുഭദ്രാമ്മയിൽ പതിഞ്ഞു. ചുളിവ് വീഴാത്ത നെറ്റിയിൽ ചന്ദനക്കുറി വരച്ചിട്ടുണ്ട്. പുലർക്കാലത്തെ ചന്ദ്രബിംബം പോലെ ചേതോഹരമാണ് ആ മുഖം. സുഭദ്രാമ്മയും നന്ദിനിയെ അടിമുടി നോക്കുകയായിരുന്നു. തന്നെ ചൂഴ്ന്നു നിൽക്കുന്ന ആ കണ്ണുകളിൽ പതുക്കെ കാളിമ പടരുന്നത് നേർത്തൊരു പകപ്പോടെ അവൾ തിരിച്ചറിഞ്ഞു. യാമിനി, വരുവാ, ഞാൻ പോകാം. സുഭദ്രാമ്മ അനിഷ്ടത്തോടെ തിരിഞ്ഞു നടന്നു. നന്ദിനിയുടെ ഇടനെഞ്ച് വിങ്ങിപ്പോയി. അമ്മയ്ക്ക് നന്ദിനിയെ ഇഷ്ടപ്പെട്ടില്ലെന്ന് യാമിനിക്ക് മനസ്സിലായി. അമ്മേ, നന്ദിനി വിളിച്ചു. സുഭദ്രാമ്മ തിരിഞ്ഞു നോക്കിയതുപോലുമില്ല. നന്ദിനിയുടെ ഹൃദയം പിളർന്നുപോയി. അമ്മ എങ്ങനാ, അധികം സംസാരിക്കില്ല, പെട്ടെന്ന് കണ്ടുപോകാമെന്ന് പറഞ്ഞാ ഇങ്ങോട്ട് വന്നത്. യാമിനി പെട്ടെന്ന് പറഞ്ഞു. അതേ എന്ന മട്ടിൽ അമ്മ പ്രഭാവതിയും ചിരസനക്കി. മാധവക്കുറുപ്പ് ശീഘ്രം അവിടേക്ക് വന്നപ്പോൾ യാമിനിയും പ്രഭാവതിയും മുറിവിട്ടു. അവർ മണ്ഡപത്തിലേക്ക് നടന്നു. ഹാളിൽ ജനം തിങ്ങി നിറഞ്ഞിരുന്നു. ഇരിപ്പിടം കിട്ടാതെ ആളുകൾ ഹാളിൻ്റെ ഇരുവശത്തും ബാൽക്കണിയിലും ഞെരുങ്ങി നിന്നു. യതീന്ദ്രനും സഞ്ജീവനും വേദിയുടെ മുന്നിലേക്ക് ഇറങ്ങി വന്നു. യതീന്ദ്രൻ്റെ മേലുദ്യോഗസ്ഥന്മാരും സഹപ്രവർത്തകരും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. ചീഫ് എഞ്ചിനീയർ രാജശേഖരൻ നമ്പ്യാർ യതീന്ദ്രൻ്റെ കൈപിടിച്ചു കുലുക്കി. തുടർന്ന് സീനിയർ സൂപ്രണ്ട് ശശിലാലിൻ്റെ ഊഴമായി. യതീന്ദ്രൻ വന്നോളൂ, ഇരവി ഉണ്ണിത്താൻ മണ്ഡപത്തിൽ നിന്നു വിളിച്ചു. യതീന്ദ്രൻ മണ്ഡപത്തിലേക്ക് കയറി വന്നു. ചെറിയച്ഛൻ്റെ നിർദ്ദേശപ്രകാരം ഗുരുജനങ്ങളുടെ പാദം തൊട്ടു തൊഴുതു. ഏറ്റവും ഒടുവിലാണ് സുഭദ്രാമ്മയുടെ അരികിലെത്തിയത്. അവർ അനിഷ്ടത്തോടെ മുഖം തിരിച്ചു നിന്നു. അത് ശ്രദ്ധിച്ച യതീന്ദ്രന് അമ്പരപ്പ് തോന്നാതിരുന്നില്ല. പക്ഷേ ഒന്നും ചോദിക്കാനുള്ള സാവകാശം കിട്ടിയില്ല. അയാൾ കതിർമണ്ഡപത്തിൽ കയറിയിരുന്നു. മുന്നിലെ ജനക്കൂട്ടം കണ്ടപ്പോൾ ദേഹം ചെറുതായി വിറച്ചു. ഉള്ളം കൈയിലും നാസികത്തുമ്പിലും വിയർപ്പ് പൊടിഞ്ഞു. കർച്ചീഫ് കൊണ്ടിടയ്ക്കിടെ മുഖം തുടച്ചുകൊണ്ടിരുന്നു. വേദിയുടെ ഒരരികിൽ നിന്ന് സുനന്ദ കണ്ണിമ വെട്ടാതെ അയാളെ നോക്കുന്നുണ്ടായിരുന്നു. തൻ്റെ സ്ഥാനമാണ് അയാൾക്കരികിൽ ഒഴിഞ്ഞുകിടക്കുന്നതെന്നോർത്തപ്പോൾ അവൾ കനൽക്കട്ട പോലെ എരിഞ്ഞു. നന്ദിനിയുടെ കൈപിടിച്ച് മാധവക്കുറുപ്പ് ഇറങ്ങി വന്നപ്പോൾ നേർത്തൊരു മർമ്മരമുണ്ടായി. എല്ലാ മിഴികളും നന്ദിനിയിൽ പൊതിഞ്ഞു. ഫ്ലാഷുകൾ തെരുതെരെ മിന്നിയപ്പോൾ ചുവന്ന പട്ടിൽ അവളൊരു സ്വർണ്ണ വിഗ്രഹം പോലെ ശോഭിച്ചു. സുനന്ദയുടെ മിഴികളിൽ നിന്ന് തീപ്പൊട്ടുകൾ പോലെ നീർത്തുള്ളികൾ അടർന്നു വീണുകൊണ്ടിരുന്നു. നീ സുഖിക്കില്ലടി, അവൾ നിശബ്ദം മന്ത്രിച്ചുകൊണ്ടിരുന്നു. കതിർമണ്ഡപം വലം വെച്ചിട്ട് നന്ദിനി അച്ഛൻ്റെ പാദം തൊട്ട് വന്നിച്ചു. പിന്നീട് മണ്ഡപത്തിലേക്ക് കയറി യതീന്ദ്രൻ്റെ അരികിലിരുന്നു. സ്വർണ്ണാഭരണങ്ങളുടെ ചിലമ്പൽ യതീന്ദ്രൻ കേട്ടു. മുഖം തിരിച്ച് അവളെ ഒന്ന് നോക്കാൻ കൊതിച്ചുപോയി. അടുത്ത നിമിഷം ആയിരക്കണക്കിന് കണ്ണുകൾ തൻ്റെ നേരെയാണെന്ന അറിവ് അയാളെ വിലക്കി. കൊട്ടും നാദസ്വരവും ഉയർന്നു. പൂജാരിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ താലിമാല ഇരവി ഉണ്ണിത്താൻ യതീന്ദ്രൻ്റെ നേർക്കു നീട്ടി. ഈശ്വരനെ ധ്യാനിച്ച് താലി കെട്ടുമോനെ. മനസ്സിൽ ഈശ്വരനെ ധ്യാനിച്ചു തന്നെ യതീന്ദ്രൻ താലിമാല വാങ്ങി. കണ്ടുനിന്ന മാധവക്കുറുപ്പിൻ്റെ ഹൃദയം ചഞ്ചലപ്പെടാൻ തുടങ്ങി. അയാളുടെ മനസ്സ് പെരുമ്പറ പോലെ മുഴങ്ങി. കൊട്ടും നാദസ്വരവും മുറുകി. വായ്ക്കുരവയുയർന്നു. താലിമാലയുടെ രണ്ടറ്റവും പിടിച്ച് യതീന്ദ്രൻ നന്ദിനിയുടെ നേരെ തിരിഞ്ഞു.
അപ്പോഴാണ് അയാൾ ആ മുഖം കണ്ടത്. താൻ കണ്ട പെണ്ണല്ലേ ഇവൾ? ഇത് നന്ദിനിയല്ലേ? അയാൾ അടിമുടി വിറച്ചുപോയി. അടുത്ത ലക്കത്തിൽ തുടർന്ന് കേൾക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും ഈ ചാനൽ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം സബ്സ്ക്രൈബും ഷെയറും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. മുരളി നെല്ലനാട് നോവൽസിന് വേണ്ടി പ്രവീണ.